മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ അറബിക് ഒന്നാം ഭാഷയായി എടുത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ നൽകാനുള്ള അറബിക് ക്ലബിന്റെ ശ്രമം ബിജെപി പ്രവർത്തകർ തടസ്സപ്പെടുത്തി. സമ്മാന വിതരണത്തിൽ വിവേചനമുണ്ടെന്ന് ആരോപിച്ച് പരിപാടി തടസ്സപ്പെടുത്തുമെന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിച്ചതോടെ ക്ലബ്ബ് അനുമോദനത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ പരിപാടി തടസ്സപ്പെടുത്തുകയല്ല, വിഭാഗീയത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നാണ് ബിജെപി പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. അറബിക് ഒന്നാം ഭാഷയായി എടുത്ത് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 3 വർഷമായി മാറഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വർണ്ണ മെഡൽ നൽകി വരുന്നുണ്ട്. സ്കൂളിലെ അറബിക് അധ്യാപകനായ അബ്ദുറഹിമാൻ ഫാറൂഖി സ്വന്തം ചെലവിൽ നൽകി വരുന്ന സമ്മാനമാണിത്. മറ്റു ക്ലബ്ബുകളുടെ സമ്മാന വിതരണത്തോടൊപ്പം തിങ്കളാഴ്ച സ്പീക്കർ പങ്കെടുത്ത ചടങ്ങിൽ സ്വർണ്ണ മെഡൽ നൽകാനായിരുന്നു പദ്ധതി. ഇതനുസരിച്ച് ജേതാക്കളായ റംസീന, ഹർഷിത എന്നിവരോട് സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടു. പരിപാടിക്കായി വ്യാപക പ്രചരണവും നടത്തിയതിനു ശേഷമാണ് സ്വർണ്ണ മെഡൽ വിതരണം അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രാദേശിക BJP നേതാക്കൾ സ്കൂളിലെത്തിയത്. PTAക്കോ അധ്യാപകർക്കോ ബന്ധപ്പെട്ടവർക്കോ ഒരു പൈസയും ഇതിൽ ചെലവില്ല. ഇത് അറബിക് ക്ലബിലെ അംഗങ്ങൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രോത്സാഹന രീതിയാണ്, അതിലപ്പുറത്തൊന്നും. ക്രമസമാധാന പ്രശ്നമാകാതിരിക്കാൻ സമ്മാന വിതരണത്തിൽ നിന്നും ക്ലബ്ബ് പിന്മാറുകയായിരുന്നു. അത് വേണമെങ്കിൽ അവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു പരിപാടി നമുക്ക് ആരും അറിയാതെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാം. പക്ഷേ ഈ സ്കൂളിലൊരു സംഘർഷം ഉണ്ടാകേണ്ടതില്ല, അതുകൊണ്ട് നമുക്കൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത്. എന്നാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മാത്രം സ്വർണ്ണ മെഡൽ നൽകുന്നതിനെയാണ് എതിർത്തതെന്നാണ് BJP പ്രാദേശിക ഘടകത്തിന്റെ നിലപാട്. എല്ലാവർക്കും കൊടുക്കുന്നത് സ്റ്റീലാണ്, കപ്പാണ്. പക്ഷേ ഈ അറബിക്ക് എന്നുള്ള വിഷയത്തിൽ ഒന്നാമത് നേടിയ കുട്ടികൾക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുമ്പോൾ അത് വിഭാഗീയതയാണ്, അത് ചെയ്യരുത്. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.